അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് നൂഡിൽസ് എങ്ങനെ വീട്ടിൽ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് റാഗിപ്പൊടിയിൽ ചെയ്യാം, അതുപോലെ തന്നെ ആട്ടപ്പൊടിയിലൊക്കെ ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് മൈദയിൽ ചെയ്യുമ്പോൾ തന്നെയാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണോ ഒരിക്കലും കഴിക്കുമ്പോൾ അറിയില്ല കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 100% എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പം നമുക്ക് ഈ നൂഡിൽസ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ടെടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും പൊടി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് മൈദയിലാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് ആ ഒരു മണം ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരിക്കലും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതുപോലെ സാധാരണ വെള്ളം ഒഴിച്ചെടുക്കരുത്. ചെറിയതാക്കി ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിലാക്കിയിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്. കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ ആ ഒരു കുറ്റിയിൽ നിന്ന് ഇങ്ങനെ പിഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നല്ല ടൈറ്റായിരിക്കും. അപ്പം നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിന് പകരം ഗോതമ്പ് പൊടി എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഈ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ടേസ്റ്റ് കൂടുതൽ മൈദ ചെയ്യുമ്പോൾ തന്നെയാണ്. ഗോതമ്പ് പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗോതമ്പ് പൊടിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ട് നമുക്കിത് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴച്ച ഉടനെ തന്നെ നമുക്ക് 7 ഓയിൽ ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യുക അങ്ങനത്തെ ടൈമോ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഒരു കുറ്റി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ നമ്മൾ സാധാരണ ഇടിയപ്പം ബീച്ചിന് ആ ഒരു ചില്ല് വേണ്ട, അതിനേക്കാളും കുറച്ച് വലിയ ഹോളുള്ള ചില്ലെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മറ്റേത് ഭയങ്കര തിന്നായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇടിയപ്പമൊക്കെ നിറക്കുന്ന പോലെ തന്നെ. ഇനി ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രത്തിൽ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്കും ഞാനൊരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മാവ് നിറച്ച് വെച്ചിട്ടുള്ളത് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് പിഴിച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കയ്യിലേക്ക് ആവി അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിക്കാവുമ്പോൾ തന്നെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളൊരു കോരിയൊക്കെ വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊന്നായിട്ട് മുറിഞ്ഞു പോവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് വേണ്ടത് ശരിക്കും കുക്കാവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ വെന്തിട്ടുണ്ടോയെന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് വെള്ളം വാർത്തെടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് വേണം വാർത്തെടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു നൂഡിൽസാണ് കേട്ടോ ഇത്. ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടോ വെജിറ്റബിളോ എഗ്ഗോ എന്ത് വെച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നൂഡിൽസ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.